സാമ്പത്തിക വർഷത്തിലെ 1 രൂപ എങ്ങനെ സർക്കാർ ഖജനാവിലേക്ക് വരുന്നു, എങ്ങനെ സർക്കാർ ഖജനാവിൽ നിന്ന് 1 രൂപ പോകുന്നു, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പണം വരുന്ന വഴിയും പണം പോകുന്ന വഴിയും മൊത്തം 1 രൂപ നമ്മൾ കണക്കിലെടുത്താൽ അതിൽ 24% ഏറ്റവും കൂടുതലും വരുന്നത് വായ്പകളിലൂടെയും കടപ്പത്രങ്ങളിലൂടെയുമാണ്. അത് കഴിഞ്ഞാൽ ആദായ നികുതിയുടേതാണ്, 22 പൈസയാണ്. 1 രൂപയിൽ 22 പൈസ ആദായ നികുതിയിൽ നിന്ന്, 24 പൈസ വായ്പകളും കടപ്പത്രങ്ങളും. അത് കഴിഞ്ഞാൽ GSTയും മറ്റു നികുതികളും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നമ്മൾ പിരിച്ചെടുക്കുന്ന IGST അത് 18% വരും. കോർപ്പറേറ്റ് നികുതി 17%. കഴിഞ്ഞ വർഷവും 17 ആയിരുന്നു, ഇക്കുറിയും അത് തന്നെ നിലനിർത്തി. നികുതിയേതര വരുമാനം 9% മാത്രമാണ് കേന്ദ്രത്തിൻ്റെത്. അതായത് കേന്ദ്രത്തിന് ലഭിക്കുന്ന 1 രൂപയിൽ 9 പൈസ നികുതിയേതര വരുമാനമാണ്. 5 പൈസ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടിയാണ്, 4% കസ്റ്റംസ് ഡ്യൂട്ടിയാണ്, 1 പൈസ വായ്പേതര മൂലധന വരുമാനവുമാണ് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വായ്പകളും കടപ്പത്രങ്ങളുമാണ്, 24%, അഥവാ 1 രൂപയിൽ 24 പൈസ. ഇനി പണം പോകുന്ന വഴി കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനമായി അല്ലെങ്കിൽ നികുതി വിഹിതമായി കൊടുക്കാനുള്ളത് 22%. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ തുക പോകുന്നത് വിവിധ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം എന്ന നിലയിലാണ്, 22%. കേരളത്തിന് ലഭിക്കുന്നതാവട്ടെ 1.92% ആണ്. ഇത് വളരെ കുറവാണ് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ആവശ്യം. 20% പലിശ അടവായിട്ട് കേന്ദ്രത്തിന് വായ്പകളിലും കടപ്പത്രങ്ങളുടെയും പേരിൽ നൽകേണ്ടത്. 16% കേന്ദ്ര പൊതുമേഖലാ സബ്സിഡി, അത് കുറഞ്ഞു വന്നു, ഇപ്പോൾ 16%. 8% പ്രതിരോധ മേഖലയിലേക്ക്, 8% വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലേക്ക്. നമ്മുടെ കൂടുതൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളും വരുന്നത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലാണ്, 8%. ധനകാര്യ കമ്മീഷന് 8%, മറ്റു ചെലവുകൾ 8%. വൻകിട സബ്സിഡികൾ വന്ന് 6% ചുരുങ്ങി. പെൻഷൻ 4% മാത്രം. ഇതാണ് കേന്ദ്ര ബജറ്റിൽ വരുന്ന 1 രൂപയുടെ ചെലവ്. അപ്പോൾ 1 രൂപ വരുന്നതും 1 രൂപ പോകുന്നതും എങ്ങനെയാണ് എന്നാണ് ഞാനിപ്പോൾ പ്രേക്ഷകരോട് പറഞ്ഞത്.